ഞാൻ ആദ്യമായിട്ട് ജനാർദ്ദനൻ സാറിന്റെ ശബ്ദം എടുക്കാം. ഓക്കെ. കൊട്ടാരത്തി പട്ടച്ചാറായ ഒഴിച്ച് നാറ്റിച്ചു. എടാ സുന്ദരേശ അടിച്ചൊടിയടാ അവന്റെ കാല്. ഓ കണ്ണു കാണാതെ കറക്റ്റായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞടാ. ഓ സൂപ്പർ. ഓക്കെ, ഇനി അടുത്ത ആരുടെ വോയിസാ? KP ഉമ്മർ സാറിന്റെ ശബ്ദം. ഓക്കെ, ഉമ്മ സാറിന്റെ സൗണ്ട്. മോളെ സരോജിനി, വാതിൽ തുറക്കാനാ പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ ഈ വാതിൽ ചവിട്ടി തുറക്കും. ഞാനൊരു വികാര ജീവിയാണ്. താങ്ക് യു, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഇനി നമുക്ക് മോളുടെ പെർഫോമൻസ് കണ്ടാലോ? ഒരു സർപ്രൈസ് പെർഫോമൻസ് ആണ്. ഞാനപ്പോ എന്താണെന്നുള്ളത് പറയുന്നില്ല, നമുക്കങ്ങ് ചടപ്പടേ എന്നും പറഞ്ഞ് തുടങ്ങിയാലോ? അടുത്ത നമുക്ക് ആരുടെ വോയിസാ കേൾക്കാൻ പറ്റുന്നേ? കോവൈ സർല. ഓക്കെ, കേൾക്കാം. ഓക്കെ, ഇനി അടുത്ത ആരുടെ വോയിസാ? പാർവതി തിരുവോത്ത്. ആ, ഓക്കെ. അറിയോപ്പേട്ട എനക്കുള്ളൊരു 1000 എന്നെ സ്നേഹിക്കുന്നുണ്ട്. നിർബന്ധിച്ച ശവത്തിലായിരിക്കും അവിടെ താലിയിട്ട. ഇനി 1000 വർഷം ഇന്നത് കിടന്ന് നരകിച്ചു മരിക്കേണ്ടി വന്നാലും മൊയ്തീന് വേണ്ടി ഞാനത് ചെയ്യും. ഇക്കണ്ട കാലത്ര ഇന്നത് കഴിഞ്ഞത് ഓരോർത്തും ഒരു അക്ഷരങ്ങൾ വായിച്ച ആ എന്റെ മനസ്സ് തമ്മിൽ പറിച്ചു മാറ്റാൻ പറ്റുമോ പെണ്ണിന്? പറ, ആർക്കെങ്കിലും കഴിയോ? പറ. ഇവിടുന്ന് എന്താണ് നമുക്ക് അടുത്ത് കേൾക്കാൻ പറ്റുന്നത്? NN പിള്ള സാറിന്റെ ശബ്ദം. ഓക്കെ, കമോൺ. മറക്കണോടോ, മറക്ക. എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി, എന്റെ കൺമുമ്പിലിട്ട് വെട്ടി വെട്ടി ഊന്നത് ഞാൻ മറക്കണോ? മറക്ക. ഓക്കെ, ദേവനാരായണൻ മിമിക്രി ചെയ്യും എന്നുള്ളത് എന്നാണ് ശരിക്കും മനസ്സിലാക്കിയത്? ദേവനാരായണൻ മിമിക്രി ചെയ്യുമെന്നൊരു ഞാൻ 3 മാസത്തിന് മുമ്പാ അറിഞ്ഞത്. ഏത് 3 മാസം? ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഓണത്തിന് അറിയുന്നേ. അപ്പൊ അതുവരെ താങ്കൾ എവിടെയായിരുന്നു? ഒരു ദിവസം കഴിഞ്ഞ ഓണത്തിന് വീടിന്റെ അടുത്തൊരു ക്ലബ്ബുണ്ട്, കാവ്യധാര എന്ന് പറഞ്ഞിട്ട്. അവിടെ ഓണപരിപാടി നടക്കുന്നുണ്ട്. അന്നേരം അതിനകത്ത് പറയുന്നത് അടുത്തതായി മിമിക്സ് പരേഡ്. അപ്പൊ ഞാൻ ഓർത്ത് ഈ നാട്ടിലാരടാ മിമിക്സ് പറയാനിരിക്കുന്നത്. അപ്പം അടുത്ത പേര് ദേവനാരായണൻ. ഞാൻ ചാടി എഴുന്നേറ്റു. ദൈവമേ, ഈ നാട്ടിൽ ഒരു ദേവനാരായണനേ അല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നമ്മടങ്ങത്തെ അവൻ തന്നെ ആന്നോടി ഈ പറയാൻ പോണത്, നാറ്റിക്കുവോ നാളെന്ന്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് ഇത്രയൊക്കെ കഴിഞ്ഞിട്ടാണ് A ഗ്രേഡ് വാങ്ങിയത്. അതെ, A ഗ്രേഡ് വാങ്ങിക്കാൻ വേണ്ടി. അപ്പം സബ് ജില്ല കഴിഞ്ഞപ്പം ജില്ല ചെല്ലണമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ വൃത്തിയായിട്ട് പറഞ്ഞിട്ട് ചെല്ലണ്ടേ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാവുന്ന പോലൊക്കെ പറഞ്ഞു കൊടുത്തു. അതുപോലൊക്കെ ചെന്നു. മോള് മിമിക്രിക്ക് ചെയ്യും എന്നുള്ളത് എങ്ങനെയാണ് ആദ്യം കണ്ടുപിടിച്ചത്? ആരാണ്? ഞാൻ തന്നെയാണ്. എങ്ങനെയായിരുന്നു അത്? പ്രകൃതിയുടെ സൗണ്ടുകളൊക്കെ ഇങ്ങനെ അപ്പുറത്ത് ആടിനെ കെട്ടുന്നതും കുഞ്ഞു കരയുന്നതും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ ഞാൻ പറയും ആടിന്റെ സൗണ്ട് കേട്ടോണ്ട് യഥാർത്ഥ ആടാന്ന് വെച്ച് അപ്പുറത്ത് അമ്മ ഇറങ്ങി വന്ന് നോക്കുവാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കരയുന്നത് കേട്ടിട്ട് കരയുന്ന അവിടെ എന്ന് ചോദിക്കുക, അങ്ങനെയൊക്കെ ഞാൻ പറയും. അങ്ങനെ ചെയ്യിപ്പിച്ച് ഓരോന്ന് കേട്ടിട്ട് ചെയ്യിപ്പിക്കാം. ഞങ്ങൾ എന്നാ സൗണ്ടുകളൊക്കെ ഒന്ന് കേൾക്കാൻ പറ്റുമോ? നോക്കട്ടെ, ഇവിടുന്ന് ആരൊക്കെ നോക്കുന്നൊന്ന് കാണണമല്ലോ അല്ലേ? ആടും കുഞ്ഞും ഒക്കെ വരട്ടെ. ഇറക്കട്ടെ. ആട് കയറെ കുരുങ്ങിയിട്ട് ഇങ്ങനെ കിടന്ന് കരയുമ്പോ അതാണ്. ഓക്കെ, അതാണ് ആട്. പിന്നെ കയറിൽ കുരുങ്ങുന്നതിന്റെ സൂപ്പർ. ഇനി അടുത്തതാ കുഞ്ഞ്. Okay, next. Monkey.
കുരങ്ങൻ. അടിപൊളി അടിപൊളി. നമുക്ക് എന്താ ഇനി അടുത്ത എന്തെങ്കിലും പെർഫോമൻസ് കാണാൻ പറ്റുമോ? VS അച്യുതാനന്ദ സാർ ശബ്ദം ചെയ്യാം. ഓക്കെ, ഓൾ റൈറ്റ്, കേൾക്കാം. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ എന്തായിരുന്നു LDFന്റെ മുദ്രാവാക്യം? LDF വരും, എല്ലാം ശരിയാവും. LDF വന്നു, എല്ലാം ശരിയായി.